നമസ്കാരം. ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു ചുവപ്പ് കാർഡിന്റെ ജനനത്തിന് കാരണമായ അല്ലെങ്കിൽ റഫറിമാർ കാർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങാൻ കാരണമായ ഒരു കളിക്കാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് അർജന്റീനയുടെ ഇതിഹാസ താരം അന്റോണിയോ റാറ്റിൻ. 1937 മെയ് 16 അർജന്റീനയിലെ ടൈഗ്രേ എന്ന സ്ഥലത്താണ് അന്റോണിയോ റാറ്റിൻ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ അദ്ദേഹം തൻ്റെ ഉയര കൂടുതൽ കൊണ്ടും കായിക ക്ഷമത കൊണ്ടും ഒരു മികച്ച മിഡ്ഫീൽഡറായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അർജന്റീനയിലെ പ്രമുഖ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സ് ആണ്. 1956 തൻ്റെ 19-ാം വയസ്സിൽ അദ്ദേഹം ആ ക്ലബ്ബിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് നീണ്ട 14 വർഷക്കാലം അദ്ദേഹം ആ ക്ലബിൻ്റെ നെടും തൂണായി നിന്നു. ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി മാത്രം 382 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 5 തവണ അവരെ ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അർജന്റീന ദേശീയ ടീമിന്റെ ജേഴ്സിയിലും റാറ്റിൻ തിളങ്ങി. കളിയിലെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാരണം അദ്ദേഹം ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1962, 1966 ലോകകപ്പുകളിൽ അദ്ദേഹം അർജന്റീനയെ നയിച്ചു. റാറ്റിന്റെ ജീവിതത്തിലെയും ലോക ഫുട്ബോളിന്റെ തന്നെയും ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത് 1966 ഇംഗ്ലണ്ടിൽ നടന്ന ലോകകപ്പിലാണ്. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും ആതിഥേയരായ ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു മത്സരം. അന്ന് കളി നിയന്ത്രിച്ചിരുന്നത് റുഡോൾഫ് ക്രീറ്റ്ലിൻ എന്ന ജർമ്മൻ റഫറി ആയിരുന്നു. കളി തുടങ്ങി 35-ാം മിനിറ്റിൽ റാറ്റിൻ റഫറിയോട് എന്തോ സംസാരിക്കാൻ ചെന്നു. അന്ന് ഇന്നത്തെ പോലെ മഞ്ഞ കാർഡോ ചുവപ്പ് കാർഡോ നിലവിലില്ല. റഫറിമാർ കളിക്കാരെ പുറത്താക്കുന്നത് വായ കൊണ്ട് പറഞ്ഞു മാത്രമായിരുന്നു. അന്നത്തെ റഫറി ആയിരുന്ന റുഡോൾഫ് ക്രീറ്റ്ലിന് സ്പാനിഷ് ഭാഷ അറിയില്ലായിരുന്നു. റാറ്റിന് ജർമ്മൻ ഭാഷയും അറിയില്ലായിരുന്നു. ഭാഷാപരമായ പ്രശ്നങ്ങൾ കാരണം തനിക്കെതിരെ റാറ്റിൻ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നും തന്നെ തുറിച്ചു നോക്കി എന്നും കാണിച്ച് ജർമ്മൻ റഫറി റുഡോൾഫ് ക്രീറ്റ്ലിൻ റാറ്റിനോട് കളിസ്ഥലത്ത് നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പായിരുന്ന റാറ്റിൻ കളം വിടാൻ വിസമ്മതിച്ചു. റഫറിയുടെ തീരുമാനം അന്യായമാണെന്ന് കാണിച്ച് അദ്ദേഹം മൈതാനത്ത് തന്നെ തുടർന്നു. ഒരു അർജന്റീനൻ ഒഫീഷ്യൽ വന്ന് സംസാരിച്ചതിന് ശേഷം നീണ്ട 9 മിനിറ്റുകൾക്ക് ശേഷമാണ് അദ്ദേഹം കളം വിടാൻ തയ്യാറായത്. പക്ഷേ പുറത്തേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം തന്റെ പ്രതിഷേധം ലോകത്തെ അറിയിച്ചു. ഇംഗ്ലീഷ് രാജ്ഞി ഇരിക്കുന്ന റോയൽ ബോക്സിലേക്ക് നോക്കി അദ്ദേഹം തന്റെ ജേഴ്സി ഉയർത്തി കാണിച്ചു. കൂടാതെ കോർണർ ഫ്ലാഗിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്കിൽ അദ്ദേഹം കൈകൾ തുടച്ചുകൊണ്ടാണ് കളം വിട്ടത്. ഇത് ഇംഗ്ലീഷ് കാണികളെ വല്ലാതെ ചൊടിപ്പിച്ചു. അന്ന് 10 പേരുമായി കളിച്ച അർജന്റീന ആ മത്സരത്തിൽ 1-0 ഇംഗ്ലണ്ടിനോട് തോറ്റ് പുറത്താവുകയും ചെയ്തു. ഈ സംഭവം ഫുട്ബോൾ ലോകത്തെ വലിയ ചർച്ചയായി. ഭാഷ അറിയില്ലെങ്കിലും കളിക്കാർക്കും കാണികൾക്കും കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ ഒരു സിസ്റ്റം വേണമെന്ന് ഫുട്ബോൾ അധികൃതർക്ക് തോന്നി. ഈ മത്സരത്തിന് മേൽനോട്ടം വഹിച്ച കെൻ ആസ്റ്റൺ എന്ന ഇംഗ്ലീഷ് ഒഫീഷ്യൽ ട്രാഫിക് സിഗ്നലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മഞ്ഞ ചുവപ്പ് കാർഡുകൾ എന്ന ആശയം ഫിഫയ്ക്ക് മുന്നിൽ വെച്ചു. അങ്ങനെ 1970 ലോകകപ്പ് മുതൽ കാർഡുകൾ നിലവിൽ വന്നു. അതായത് റാറ്റിന്റെ ഈ പുറത്താക്കലാണ് ഇന്നത്തെ റഫറിമാരുടെ കയ്യിലെ ചുവപ്പ് കാർഡിന് കാരണമായത്. 2026 ജൂലൈ 11 അന്റോണിയോ റാറ്റിൻ അന്തരിച്ചത്. റാറ്റിന്റെ വേർപാടിൽ ആദരവ് സൂചിപ്പിക്കാനാണ് ലോകകപ്പിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീന താരങ്ങൾ കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ചിരുന്നത്.